2025 IPL സീസണിന്റെ ഏറ്റവും വലിയ രണ്ട് അത്ഭുതങ്ങളായിരുന്നു ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും. ഗുജറാത്ത് ടീമിനെ ഒന്നടങ്കം തോളിലേറ്റിക്കൊണ്ടാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പോയത്. ടൂർണമെന്റിന്റെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരും ഇവരാണ്. 14 മത്സരങ്ങൾ വീതം കളിച്ച സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ചേർന്ന് 679 റൺസും 649 റൺസും ഇങ്ങനെയാണ് ഈ രണ്ടുപേരും ചേർന്ന് സ്കോർ ചെയ്തത്. അതുതന്നെ ഏകദേശം 1300ഓളം റൺസായി. സ്വന്തം ടീമിന് വേണ്ടി ഇത്രത്തോളം കഠിന പ്രയത്നം നടത്തിയ രണ്ട് താരങ്ങളില്ല. എന്നാൽ ഈ രണ്ട് താരങ്ങൾ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രധാനമായും മുന്നിലേക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞാൽ പിന്നെ ജോസ് ബട്ട്ലറും 14 മത്സരങ്ങളിലെ 13 ഇന്നിങ്സുകളിൽ നിന്ന് 538 റൺസ് ജോസ് ബട്ട്ലർ നേടിയിട്ടുണ്ട്. ഇവർ 3 പേരും കഴിഞ്ഞാൽ കാര്യമായ സ്കോറർമാരൊന്നും തന്നെ ഗുജറാത്ത് സ്ക്വാഡിലില്ല. അവസാന 2 മത്സരങ്ങളും സംഭവിച്ചത് അത് തന്നെയാണ്. പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരമാണ് ഗുജറാത്ത് കളഞ്ഞു കുടിച്ചത്. ലക്നൌവായുള്ള മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കം മികച്ചതായിരുന്നെങ്കിലും ആദ്യ 3 ബാറ്റർമാർ 40 റൺസിന് താഴെ പുറത്തായപ്പോൾ മത്സരം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാന ഓവറുകളിലേക്ക് അടിച്ചു കളിക്കാനോ മധ്യനിരയിൽ ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ചെന്നൈ മത്സരത്തിലും സമാന സാഹചര്യമാണ് സംഭവിച്ചത്. ജോസ് ബട്ട്ലറും ശുഭ്മാൻ ഗില്ലും നിരാശപ്പെടുത്തിയപ്പോൾ സായ് സുദർശന് കൂട്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ട മത്സരങ്ങളിൽ പോലും ഈ 3 ബാറ്റർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ പ്ലേ ഓഫിലേക്ക് അടുക്കുമ്പോൾ ഈ 3 ബാറ്റർമാർ ഇല്ലെങ്കിൽ ആരെന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആരാധകർ പ്രസക്തമാക്കുന്നത്. ഈ 3 ബാറ്റർമാർക്കപ്പുറം ഗുജറാത്തിൽ ഈ സീസണിന് വേണ്ടി റൺസ് കണ്ടെത്തിയ ബാറ്റർമാർ ചുരുക്കമാണ്. ഷാറുഖ് ഖാനും ഷഫീർ റുദർഫോർഡുമാണ്. എന്നാൽ ഈ 2 പേരുടെ ഫോമിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുമുണ്ട്. ബോളിംഗ് സൈഡിലാകട്ടെ റഷീദ് ഖാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത്. കരിയറിലെ ഏറ്റവും മോശം IPL സീസണിലൂടെയാണ് റഷീദ് കടന്നു പോകുന്നത്. ബാറ്റിങ്ങിലും കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ റഷീദിന് സാധിക്കുന്നില്ല. ഗുജറാത്തിൻ്റെ ഗോട്ട് ബോളറായാണ് റഷീദ് ഖാൻ ടീമിനൊപ്പം നിൽക്കുന്നത്. എന്നാൽ എല്ലാ മത്സരങ്ങളിലും 10-ൽ കൂടുതൽ റൺസ് വഴങ്ങുന്നുണ്ട്. പ്രസിദ്ധ് കൃഷ്ണയുടെ മികച്ച ഫോമിലാണ് ടീം ഇതുവരെയും പിടിച്ചു നിന്നത്. എന്നാൽ പ്ലേ ഓഫിലെ സമ്മർദ്ദം കൂടിയാക്കുമ്പോൾ എന്താകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്.